ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഒരു 6:30 ആയിട്ടുണ്ടേ. ഈ ആഴ്ച എനിക്കിപ്പം ക്ലാസ് ഇല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊണ്ട് എൻ്റെ ക്ലാസ് തീർന്നേ. ഇനിയിപ്പോൾ എനിക്ക് എക്സാം ആണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ക്ലാസ്. അപ്പോൾ ഇന്ന് രാവിലെ ഹസ്ബൻഡാണ് മോളാക്കാനായിട്ട് പോയേക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ നമ്മൾ വെച്ചേക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീനും തുണിയിടാനായിട്ടുള്ള അഴയും ഒക്കെ അവിടെയാണ്. ഇതാ തുണികൾ നമ്മൾ താമസിക്കുന്ന മുറികളിലൊന്നും വിരിച്ചിടാതിരിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത്. കാരണം നമ്മളങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ പൂപ്പലും അങ്ങനത്തെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടാവുമേ. അപ്പൊ ഞങ്ങൾ സമ്മർ ആണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ബാൽക്കണിയിൽ കൊണ്ടുവന്ന് വെക്കും, എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഞങ്ങളെടുത്ത് മടക്കി വെക്കും. അങ്ങനെയാണ്. ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് തന്നെ 2-3 ദിവസം എടുക്കും നമുക്ക് തുണിയൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട്. എന്നാലും നമ്മൾ താഴത്തെ ആ ഗ്രൗണ്ട് ഫ്ലോറിന്റെ താഴെയുള്ള ഒരു ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തുണിയൊക്കെ വിരിച്ചിടുന്നത്. അപ്പൊ ഞാൻ എനിക്ക് കാണിച്ചു തരാവേ. ഭയങ്കര തണുപ്പാണ് പുറത്തിപ്പം -4 ഡിഗ്രി ആണേ. നല്ല തണുപ്പുണ്ടേ. ഇവിടെ ഞങ്ങൾ വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്ന സ്ഥലം കാണിച്ചു തരാവേ. ഞങ്ങൾ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിന്റെ താഴത്തെ ഫ്ലോറിലാണ് കേട്ടോ ഈ വാഷിംഗ് മെഷീനൊക്കെ ഞങ്ങൾ വെച്ചേക്കുന്നത്. ഇപ്പൊ ഇവിടെ 3 റൂമുകൾ പോലെ തന്നിട്ടുണ്ട്. ഇതിനിവിടെ കെല്ലർ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നത്, നമ്മുടെ പെട്ടിയും സൈക്കിളും അതേപോലത്തെ സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നത് ഈ ഒരു കെല്ലറിലായിരിക്കുവേ. ഇതാണ് കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്ന റൂം. കണ്ടോ, ഇവിടെ ഇപ്പം 3 വാഷിംഗ് മെഷീൻ ഉണ്ട്. നമ്മുടെ താഴത്ത് താമസിക്കുന്നവരുടേതും പിന്നെ ഞങ്ങളുടേതും പിന്നെ നമ്മുടെ മുകളിലത്തോടെയാണ് കേട്ടോ മെഷീൻ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ തുണി ഇടാനായിട്ടും ഇവിടെ അഴയുണ്ടേ. കണ്ടോ, അലക്കി കഴിഞ്ഞിട്ട് തുണി നമ്മളിങ്ങനെയാണ് കേട്ടോ വിരിച്ചിടുന്നത്. നമുക്ക് തുണിയിടാം. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഈ അഴയിലാണ് കേട്ടോ വിരിച്ചിടുന്നത്. ഇതിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരു മുട്ടയും പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ബ്രെഡാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇത് ഒലിവ് ചേർത്ത ബ്രെഡാണ്, മറ്റേത് സാധാ ബ്രെഡും ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കേസയും ആണ് കേട്ടോ ഉള്ളത്, അതായത് ചീസാണേ. അപ്പം നമുക്ക് കഴിക്കാം. പുറത്ത് കണ്ടോ ഐസായിട്ട് കിടക്കുവാണ് കേട്ടോ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂഫ് നോക്കിയാലും കാണാൻ പറ്റും, ചെറിയ രീതിയിൽ വൈറ്റ് കളറ് ഫുള്ള് ഐസായിട്ട് കിടക്കുവാണേ. അതിനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ചു നേരം തന്നെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ കയ്യും കാലും ഒക്കെ വേദന എടുക്കുകയും നല്ല രീതിയിൽ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. ഇപ്പം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. ഞാനിപ്പം ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിന് ഞാനിന്ന് ഉച്ചയ്ക്ക് പാസ്ത ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാസ്ത ഞാൻ കുറേ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഉപ്പും വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 9 മിനിറ്റ് വേവിക്കാവേ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സവോളയാണ് എടുക്കുന്നത്. ഒരു സവോള എടുക്കുന്നുണ്ട്, ഒരു ചുള വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇപ്പം ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു, കട്ട് ചെയ്ത് സവോള ആഡ് ചെയ്ത് കൊടുത്തേ. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവേ. നമുക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, അപ്പം നമുക്കിത് പെട്ടെന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇപ്പൊ ഈ സവോള കുറച്ച് അത്യാവശ്യമൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ.
കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ്. ഇത് ന്യൂഡിലൊക്കെ ഉണ്ടാക്കുമ്പം ആഡ് ചെയ്ത് കൊടുക്കുന്ന പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ബ്രൊക്കോളി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പൊടിയാണ്. അപ്പം നമുക്കിതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഈ ഒരു സെക്ഷൻ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു ബൂസ്റ്റും കൂടി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ബൂസ്റ്റ് എല്ലാം കട്ട് ചെയ്തെടുത്തേ. ഇനി നമുക്ക് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 9 മിനിറ്റ് ആയപ്പോൾ തന്നെ പാസ്ത റെഡിയായേ. ഉണ്ടോ, ഫസ്റ്റ് സെക്ഷൻ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെക്ഷനാണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പാസ്തയും അതുപോലെ ബൂസ്റ്റും എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. തുള്ളി പാസ്ത വേവിച്ചുള്ള ഒരു തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ഒരു ടേസ്റ്റ് കിട്ടുവേ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു ബൂസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഉണ്ടോ, ഈ ഒരു ക്രീം ഉണ്ട്, ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിലേക്ക് കുറച്ച് ക്രൗട്ടർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ക്രൗട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാവേ. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചീസൊക്കെ നല്ല വലിഞ്ഞ് സൂപ്പറായിട്ടുണ്ടേ. അപ്പം ഇതാരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ ചീസ് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കഴിച്ചാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഇനി ഞാൻ നെക്സ്റ്റ് ടൈം വേറൊരു റെസിപ്പി കാണിച്ചു തരാവേ, പാസ്തയുടെ തന്നെ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.